പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ആ വ്യക്തി പെട്ടെന്ന് ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അത് ഓൺലൈൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ മനസ്സിൽ പരിശുദ്ധാത്മ പറയും, ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന മുമ്പ് തന്നെ നീ ദൈവത്തിന് വഴിയൊരുക്കണം, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥ ആത്മീയാവസ്ഥ ഉണ്ടാക്കണം. ഉടനെ അവൻ പോയി കുമ്പസാരിക്കാതെ ഇയാൾ വേറൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാം, വീട്ടിൽ വന്നിട്ട് അച്ഛന്മാർ വീട് വഞ്ചരിക്കാൻ വന്ന രീതിയിൽ വീടെല്ലാം അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി. അതായത് വീടെല്ലാം നല്ല ക്ലീനാക്കിയിട്ടാണ് ഈ മനുഷ്യൻ തൻ്റെ മനസ്സും ക്ലീനാക്കി ആത്മാവിനും ക്ലീനാക്കിയിട്ട് തൻ്റെ പരിസരവും ക്ലീനാക്കിയിട്ടാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇടിച്ചുകുത്തി ബോധ്യം ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഇതാണ് നിൻ്റെ വഴി, ഇത് കർത്താവ് ഈ ലൈനിൻ്റെ അപ്പുറത്തുണ്ട്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്. അതായത് ഈ ഒരു ഭക്തി നമുക്ക് വേണം. ഇതൊരു ഉടമ്പടിയുടെ ഒരു ഭക്തിയാണ്. ഒരു മനുഷ്യൻ ഓൺലൈൻ ഉടമ്പടിയോട് കാണിച്ച ഭക്തിയാണ്. തീർത്ഥാന ഉടമ്പടി എടുത്തിട്ട് പോലും 2 മാസമായിട്ട് കുമ്പസാരിക്കാത്ത പന്നികളുണ്ട്, അത് വേറെ വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ചെന്നപ്പോൾ അച്ഛൻ കണ്ടില്ല, കുറേ ഉടായ്പ പറയും. അവിടെ അച്ഛൻ കണ്ടില്ല, അവിടെ ചെന്നപ്പോൾ നിറച്ച ആളായിരുന്നു, ഇങ്ങനെയൊക്കെ ഓരോ ഉടായ്പ പറയും. ഇതൊന്നും ഏക്കത്തില്ല. നിൻ്റെ പന്നിയായിട്ട് ദൈവം ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇത്രയും നാളായിട്ട്. കാര്യം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ്. അതിന് ദൈവത്തിന് പ്രാധാന്യമില്ലാതെ നിൻ്റെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെ കുമ്പസാരമില്ല വിശുദ്ധീകരണവും ഇല്ലാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തുമാത്രം ആൾക്കാരാണ് വെറുതെ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. മറ്റ് നടപടികളൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്താണ് സംഭവങ്ങളെല്ലാം ഇരിക്കണമെന്ന് വിചാരിച്ചിരിക്കണേ. എന്ന് വെച്ചാൽ ഇതാണ് ചെയ്യാൻ ഈസി, മറ്റൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു കഥയുമില്ല. ഇത് സത്യമായ, നിങ്ങൾക്കറിയാമല്ലോ, കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത കാരുണ്യമാണ് ഉടമ്പടി. അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. പുറപ്പാട് 2:24 Read it again. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 2:24 ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അതായത് ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ നമുക്കറിയാമില്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിന് നിലവാരം 90 ദിവസത്തേക്കല്ലത്. അതിൻ്റെ അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമാണ്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തെ ബേസ് ചെയ്ത് ഉടമ്പടി ചെയ്യുമ്പോഴാണ് ആ 90 ദിവസമായി വരണത്. ഒരു വ്യക്തിക്ക് ദൈവം നിത്യമായി നിലനിൽക്കുന്ന കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള റിയൽ എസ്റ്റേറ്റുകാരുമായിട്ട് വസ്തു ഇടപാടുണ്ടെങ്കിൽ ആ ഉടമ്പടിക്കൊക്കെ ഡേറ്റ് ഉണ്ട്. കാര്യം അയാളും ചാകും നിങ്ങളും ചാവും. പക്ഷേ മരിക്കാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കണത്. അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോഴപ്പോൾ എന്നേക്കും എന്നാണ് പറയണത്. എന്നേക്കും. കാര്യം മരിക്കാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ മരിച്ചു പോകും, ഉടമ്പടി കാലഘട്ടപ്പെട്ടു പോകും. കല്യാണം ഒരു ഉടമ്പടിയല്ലേ, വിവാഹം ഒരു ഉടമ്പടിയല്ലേ. സെൻറ്റ് പോൾ എന്താ പറയണത്? ഭാര്യ ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ ഉടമ്പടി നിലനിൽക്കുന്നില്ല. അപ്പോഴെന്ത് സംഭവിച്ചാൽ ഉടമ്പടിയുടെ രീതി അനുസരിച്ച് ദൈവം ഓർക്കേണ്ട ഒരു സിറ്റുവേഷനിൽ പരിശുദ്ധാത്മ നിറഞ്ഞ് നീ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ക്ലിയറല്ലേ? മനസ്സിലായില്ലേ? കാര്യം ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്. ഉടമ്പടിയേക്കാൾ വലുതായിട്ട് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം എത്രയോ സൂപ്പർ ഇൻ്റലിജൻ്റിൽ ഏറ്റവും ടോപ്പായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത്. അതുകൊണ്ടാണ് ഇത് ആദ്യകാലം മുതലേ നിലനിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ, അവിടെ നമ്മുടെ കൃപാസന വാദിക്ക് ഡെപ്യൂട്ടി ചെയ്തിരിക്കണില്ലേ, ഉൽപ്പത്തി പുസ്തകം മുതൽ കുർബാന വരെ 10 ഉടമ്പടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത് മനുഷ്യരാശിയോട്. അപ്പോൾ ഉടമ്പടിയാണ് ഏറ്റവും ടോപ്പ് സംഭവം. ഉടമ്പടി എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഉടമ്പടി ചെയ്തു, നമ്മുടെ കാലഘട്ടത്തിൽ ആ ഉടമ്പടി ചെയ്ത് അത്രയും കാലം നമ്മൾ കൃത്യമായിട്ട് നിന്നു. പക്ഷേ നമുക്ക് കഷ്ടപ്പാട് വരികയാണെങ്കിൽ നിൻ്റെ ഉടമ്പടിയെ, പണ്ട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നിനക്ക് കഷ്ടപ്പാട് വരുന്ന കാലത്ത് നീ ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കും. പക്ഷെ ഓർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടായാൽ മതി. ആ മനുഷ്യൻ്റെ കണ്ട് പനുവിൻ്റെ പറയുന്നത് അവന് ഭക്തിയാണെന്നല്ല. എന്താ ഭക്തി? അവൻ
ഉടമ്പടി ചെയ്യാൻ, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോകണമെന്ന് ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ തന്നെ പോയി അഭിഷിക്തനെ കണ്ട് തൻ്റെ അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ മാപ്പാക്കാൻ പ്രാർത്ഥിച്ചു, മാപ്പ് മേടിച്ചു, വീട്ടിൽ വന്ന് വീടടിച്ച് വാരി എല്ലാം ക്ലിയർ ചെയ്ത്. സാക്ഷ്യത്തിൻ്റെ പോക്കതാണ്, അതിൻ്റെ ലെവലതാണ്. വെച്ചാൽ ഓരോ മനുഷ്യന്മാർ ഇപ്പം ഞങ്ങളെ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ക്ലാസ് കൊടുക്കാൻ കാര്യം? ഞാൻ എല്ലാ ദിവസവും ധ്യാനിപ്പിക്കുന്നുണ്ട് അല്ലേ, എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ് കാര്യം? ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് പേർക്കെങ്കിലും. ഞാൻ ഉച്ച കഴിഞ്ഞ് വന്ന ആൾക്കാർ ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. ഞങ്ങളിവിടെ 2:30 തന്നെ ക്ലാസ് അവസാനിപ്പിച്ച് കളയും. കാര്യം ഉച്ച കഴിഞ്ഞ് വന്നത് അംഗവും കാണാം, താളിയും പറിക്കാൻ, അളിയനെയും കാണാം, ആലപ്പുഴയും പോകാമെന്നൊക്കെ പറഞ്ഞ് കറങ്ങി തഞ്ഞ് ഒടിഞ്ഞു മടങ്ങി വരുന്ന ആൾക്കാരല്ലേ. അവന്മാർ നമ്മൾ ഇതിനകത്ത് കൂട്ടണില്ല. കാര്യം അവരിതിൻ്റെ സെക്കൻഡായിട്ടാണ് ഇത് കാണുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുടെ കൂടെ ഒരു സംഭവം കൂടി എടുത്തേക്കാമെന്ന് പറഞ്ഞ് പോയി കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഒന്നാമത്തെ രാവിലെയുള്ള ഉടമ്പടി, 10:30 ഉടമ്പടി, 2 മണിക്കുള്ള ഉടമ്പടി, അതിന് ഞങ്ങൾ ആവശ്യമായ ക്ലാസ്സും നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കും. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ക്ലാസ്സില്ല. കാര്യം ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ്. കാര്യം ഇത് നമ്മളൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊന്ന് ഓടിത്തിരിഞ്ഞാൽ, ഇപ്പോൾ ഈ മനുഷ്യൻ എന്താണ്, ഉടമ്പടിയുടെ ഫത്യാണ് അദ്ദേഹത്തിന്. കാര്യം ഞാൻ എൻ്റെ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ലെവായുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലേ, എന്താണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 സ്തുതി, ഹല്ലേലൂയ, ലേവ്യ 11:44. ലെവായ പുസ്തകം 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്ന, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ. കാരണം ഞാൻ പരിശുദ്ധനാകുന്നു. അതാണ് സംഭവം. ദൈവം പരിശുദ്ധനായ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അപ്പം നിങ്ങളൊരു അതർ കക്ഷിയാണ്. ദൈവം ഒരു കക്ഷി, നിങ്ങളൊരു കക്ഷി. അപ്പോൾ നിങ്ങളാരായിരിക്കണം? നിങ്ങളും പരിശുദ്ധരായിരിക്കും. ആ ഓൺലൈൻ ഉടമ്പടിക്കാരൻ അതാണ് ചെയ്തിരിക്കുന്നത്. അയാൾ ആ വിശുദ്ധി സൂക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ സഭ നിഷ്കർഷിക്കുന്ന മാർഗങ്ങൾ അവലംബിച്ച് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്ന് കർത്താവ് വീട്ടിലേക്ക് വരുന്നതെന്നുള്ളൊരു ബോധം ഉണ്ടായതുകൊണ്ട് വീടെല്ലാം ചവറെല്ലാം മാറ്റി ചപ്പെല്ലാം മാറ്റി അടിച്ച് വൃത്തിയാക്കി മെനയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഉടമ്പടി എടുക്കുന്നത്. അപ്പം അത്രയും ഭക്തിയാണത് കാണിക്കുന്നത്. ഭക്തി വന്നാലുള്ള ഗുണം എന്താ? ഭക്തി വന്നു കഴിഞ്ഞാൽ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ബന്ധമുണ്ട്. കാര്യം ഇപ്പം നമ്മൾ വായിച്ചില്ലേ, എന്താണ്, എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞില്ലേ. അത് തന്നെയല്ലേ മാതാവ് അമ്മയും പറഞ്ഞത്. ലുക്ക 1:50, ലുക്ക 1:50. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ലൂക്ക 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അപ്പോൾ ഭക്തരുടെ മേലാണ് ഈ കരുണ വർഷിക്കണത്. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? കരുണയാണ്. അതേത് കാലത്താണ് വരണത്? കഷ്ടകാലത്താണ്. കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം നമുക്ക് കാരുണ്യം തരണത്. കഷ്ടപ്പാടുണ്ടാകണത് എങ്ങനെയാണ്? നമ്മുടെ മെരിറ്റുകൾ പോകുമ്പോഴാണ് കഷ്ടപ്പാടുണ്ടാകണത്. നമുക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടാകണത് എപ്പോഴാണ്? മെരിറ്റ്. ഇപ്പോൾ ആ 2 കോടി കടം വന്നത് എങ്ങനെ? മെരിറ്റ് പോയി, പ്രളയം വന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം അന്യാധീനപ്പെട്ടു പോയി, കഷ്ടപ്പാടായിപ്പോയി, മെരിറ്റ് പോയി. അപ്പോഴാണ് അദ്ദേഹം ഉടമ്പടി എടുത്തിരിക്കുന്നത്. പക്ഷെ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണെങ്കിലും വീണ്ടും വന്ന് 2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് എടുത്ത ഉടമ്പടിയാണ്. പക്ഷേ കടക്കാർ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ഉടമ്പടി പ്രമാണം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വീണ്ടും വരികയും. അതാണ് ഭക്തി എന്ന് പറയണത്. അത് വിശ്വാസമാണ്. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടൊന്നും നടന്നില്ലല്ല, ഞാൻ എന്തിനാ ഇനിയും കൊണ്ട് പിന്നെ പത്തനംതിട്ട ആലപ്പുഴ വേറെ വരേണ്ടത്, വേറെ പണിയൊന്നുമില്ലേ, അങ്ങനെ ഇരിക്കുക. അതാ വിഷയം. അപ്പോൾ പന്നിയുടെ ഒരു ബുദ്ധിയാണുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. ഒരു ഭക്തൻ്റെ ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ വിഷയം മാറും. ഞാൻ പറഞ്ഞാൽ നിങ്ങളെ സത്യസന്ധരായിരിക്കണം ദൈവതിരുസന്നിധിയിൽ. അതേസമയം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഭക്തി ഉണ്ടാകണം. അമ്മ എന്താ പറയണത്? ലുക്ക 1:50 എന്താ വായിച്ചു കേട്ടത്?
അവിടുത്തെ കാരുണ്യം പറഞ്ഞേ, അവിടുത്തെ കാരുണ്യം തന്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ദൈവത്തിന്റെ കാരുണ്യം തലമുറകൾ തോറും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ക്രിസ്തുജിനോ ഇല്ലേ, ക്രിസ്തുജിനോ എന്ന് പറഞ്ഞില്ലേ, ആദ്യം കോവിഡ് വന്ന് A+, A1, A2 പരീക്ഷയ്ക്ക് കോവിഡ് വന്ന് അത് കുളമായി. B1, B2 പരീക്ഷയ്ക്ക് കൽക്കട്ടായി പോയപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ച് ആശുപത്രിയിലായി. പരീക്ഷ എഴുതാൻ ആശുപത്രിയിൽ നിന്ന് വന്ന അവസ്ഥ വന്നു. കാര്യം തളർന്ന് തടി പോലെ കിടക്കില്ലേ. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഇവർ ഇത്രയും മെറിട്ടെല്ലാം പോയി കഷ്ടപ്പാടായി. പിന്നെ എങ്ങനെയാണ് ഇവൾ ജയിച്ചത്? ഇതൊന്നുമില്ലാത്ത ആൾക്കാർ, ഒരു കോവിഡും ഇല്ല, ഒരു ഫുഡ് പോയ്സണും ഇല്ലാത്ത ആൾക്കാർ 5 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കണില്ലല്ലോ. ഈ ക്രിസ്ത്യൻ എങ്ങനെ ജയിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒറ്റ കാരണമേ ഉള്ളൂ, അവൾ അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവിടുത്തെ അമ്മയാണ്, അവളെടുത്തിട്ടില്ല. പക്ഷെ ആ ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു, അതാണ് പ്രശ്നം. അമ്മയെടുത്ത ഉടമ്പടിയിൽ അവൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവൾക്ക് ആ വിശ്വസിക്കുമ്പോൾ അവൾക്ക് ആ ഷെയർ കിട്ടും. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അവൾ സ്വന്തം സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉറപ്പായി, അത് മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ. അത് ആ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അവൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. പക്ഷേ എന്താ സംഭവം? അമ്മ ഉടമ്പടി എടുത്ത് എങ്ങനെ ക്രിസ്റ്റിക്ക് കിട്ടണം? എങ്ങനെയാണ്? അത് മാതാവിൻ്റെ ഈ വെളിപാടാണ്. സങ്കീർത്തനം 103:18 വായിച്ചില്ലേ? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് അമ്മ പറയണത്, പരിശുദ്ധമ്മ പറയണത്. ലുക്ക 1:50 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്നുള്ള സംഭവം. അതായത് സങ്കീർത്തനം 103:17 കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും ഉണ്ടായിരിക്കും എന്നുള്ളതിൻ്റെത് അമ്മയ്ക്ക് കിട്ടിയ വെളിപാട് എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേലെന്നാക്കി. അത് അമ്മയാക്കിയതാണ്. അമ്മ ആക്കിയതല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞതാണ്. എന്താണ്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും ഉണ്ടായിരിക്കും. ഇപ്പോൾ തലമുറയെന്ന് പറയുമ്പോൾ ക്രിസ്ത്യജനയുടെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അതാണ് അവൾക്കുടെ മകൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ പേരക്കിടാവിനും കിട്ടിയെന്ന് വരും. പക്ഷേ പേരക്കിടാവിന് കിട്ടാനുള്ള സാധ്യത കൃപാസനത്തിൽ ഇല്ല. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുപ്പിക്കത്തില്ല. ഇപ്പോൾ ഒരു കള്ളത്തരം തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാർ വന്ന് അമ്മയെ ഇവിടെ ഡംപ് ചെയ്യും. ആദ്യം 65-67 വയസ്സുള്ള അമ്മയെ കൊണ്ടുവന്ന് മരുമക്കൾ ആരെങ്കിലും ഡംപ് ചെയ്യും. എന്നിട്ട് അവർ ആലപ്പുഴ ബീച്ചിൽ പോകും. നിങ്ങളൊന്ന് സന്ധിക്കണേ. ചില ഓരോ മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്. അപ്പനും മകനും മരുമകളും കൂടി കൊണ്ടുവന്നിട്ട് അമ്മയെ 77 വയസ്സുകാരെ അമ്മയോട് ഡംപ് ചെയ്യും ആദ്യം. എന്നിട്ട് ഇവർ ആലപ്പുഴ ബീച്ച് കറങ്ങാൻ പോകും. അതൊക്കെ മുമ്പ് അവർക്ക് പ്രായം കുറവാണല്ലോ, അവർ പോയി ഉടമ്പടി പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കും അവരുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉടമ്പടി എടുക്കണതാരാണ്? ഇവർ ആലപ്പുഴ സോറ പറഞ്ഞുകൊണ്ടിരിക്കുക, ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട അമ്മ ഇതിൻ്റെ അകത്ത് മുകളിൽ കയറി ഉടമ്പടി എടുക്കും. പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ അമ്മയെ പിടിക്കും. അവിടെ ആളെ നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇങ്ങനെ കള്ളത്തരം കാരണം ആളെ നിർത്തിയിട്ടുണ്ട് അവിടെ. 67 വയസ്സ് മുകളിൽ കയറാൻ പോലും ആവതില്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുത്താൽ ഇവർ ഉടമ്പടി ഒരു കാര്യവും ചെയ്യത്തില്ലെന്നറിയാം. അപ്പോൾ ഇവരെ കൊണ്ട്, ഈ പ്രായമായ അമ്മച്ചിയെ കൊണ്ട് ആരോ കൈ നനയാതെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടേക്ക് വന്ന് അവരെ കയ്യോടെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊടുത്തിട്ട് ഫോറം തിരിച്ച് വാങ്ങിക്കും. എന്താ കാര്യം? ഉടമ്പടി സീരിയസ് ആണ്. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് വിശുദ്ധീകരിക്കാൻ കഴിയില്ല. അവർക്ക് വെള്ളമടിക്കുക, സ്മോൾ അടിക്കുക, കറങ്ങി കിടക്കുകയൊക്കെ ചെയ്യണം. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെല്ലാം പറ്റുന്ന ഒരാളെ വീട്ടിൽ ഒരു നേർച്ചക്കോഴിനെ വെച്ചിരിക്കുകയാണ് അമ്മാമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് കൈ നനയാതെ ഒരു പണിയും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് സത്യസന്ധത എന്നൊരു സംഭവമുണ്ട്. സത്യസന്ധത. അപ്പം ഒന്നാമത് വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ ഞങ്ങളാണ് സംബന്ധിച്ചുള്ളത് അത് സമ്മതിച്ചു തരത്തില്ല. കാര്യം ഞങ്ങൾക്ക് കിട്ടിയ നോട്ടെന്ന് പറയണത് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാരാണ്? ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ പറയണതല്ല. ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മാവ് തന്നെ കിട്ടിയിട്ട് അവരെന്ത് മനോഹരമായിട്ടാണ് ആ സംഭവങ്ങൾ ചെയ്യണത്. അവരെന്ത് രീതിയിലാണ് ക്വാളിറ്റി ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യണത്.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, സത്യസന്ധമായി സത്യസന്ധമായി ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഉടമ്പടി ചെയ്ത് തലമുറകൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് പുറപ്പാട് പുസ്തകം 2:24 അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് എന്റെ ഉടമ്പടി ഓർക്കുന്ന ദൈവമേ, ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ കാരുണ്യം തലമുറകൾ തോറും ആർജിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേല് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.